ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കെയറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലിനൊക്കെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. നല്ല എഫക്റ്റീവാണ്, എല്ലാ പ്രായക്കാരെയും കഴിക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വയസ്സിന് മുകളിൽ കുട്ടികൾക്ക് തൊട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളുള്ള സംഭവമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവണ ഒരു ചെടിയുടെ ഒരെല്ലാം മതിയിട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റും ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ തപ്പി സാധനം കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വേപ്പില ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പം അമ്മ ഇതൊക്കെ ഇങ്ങനെ ഊരിയിട്ടൊരു കവറിലിട്ട് വെച്ചേക്കാണ്. അപ്പോൾ അതായത് ഞാൻ കുറച്ച് ഒരു 10 ഇലയൊക്കെ എടുത്തിട്ടുണ്ടാവും. നമുക്കിനി എന്താ ചെയ്യാൻ നോക്കാം. ഇത് കാണാനില്ലേ? അപ്പൊ ഞാനൊരു പാൽപാത്രം എടുത്തിട്ട് അതിൽ ഒരു കപ്പ് വെള്ളം പിന്നെ നമ്മളെടുത്ത ഇല ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി തിളയ്ക്കണം. ഈ ഇലയിലുള്ള ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആ വെള്ളത്തിലേക്ക് കിട്ടണം കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് എന്നും കഴിക്കണോണ്ട് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ കറികളിലൊക്കെ കഴിക്കില്ലേ, നമ്മൾ കറികളിലൊക്കെ കിട്ടുമ്പോൾ മിക്ക ആൾക്കാരും എടുത്ത് മാറ്റി വെക്കില്ലേ. അങ്ങനെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹെയറിനും അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഡ്രിങ്കുമാണ്. അതുപോലെ നമ്മുടെ ഹെയറിനും ഒക്കെത്തിനും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു വേപ്പിൻ്റെ ഇല ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ സ്റ്റോപ്പായി കിട്ടും. അപ്പോൾ നമുക്കത് റെഡി ആയിട്ട് ഞാൻ എങ്ങനെ കഴിക്കണേന്ന് കൂടി കാട്ടിത്തരാം. അപ്പോൾ അത് നല്ല രീതിയിൽ തിളക്കുന്നു കേട്ടോ. കുറച്ച് നേരം തിളക്കട്ടെ. തിളച്ച് നല്ല രീതിയിൽ ആ ഇലയുടെ മണമൊക്കെ ഇങ്ങോട്ട് വരണം. ഇപ്പം തന്നെ സ്മെല്ല് കിട്ടി തുടങ്ങിയിട്ടോ. നമ്മുടെ വെള്ളം ഇവിടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരടുപ്പുകൊണ്ട് മൂടി വെക്കണം കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഈ ഇലയിലുള്ള ഇതൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. മൂടി വെക്കണം കേട്ടോ, ചൂടാറാനായിട്ട്. തുറന്ന് വെക്കരുത്. അപ്പം ഇത് ചൂടാറാന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാറണ്ട, ചെറു ചൂടിൽ വേണം കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് വെറും വയറ്റിൽ കുടിക്കാനും നല്ലതാണ്. അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമുക്ക് എന്നും കഴിക്കാം കേട്ടോ. യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളില്ല. നമ്മുടെ എല്ലാ കറികളും നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ വേപ്പില. അപ്പോൾ ഇത് തിളപ്പിച്ച് കുടിക്കണോണ്ട് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോരുണ്ടല്ലോ, മോരിൽ നല്ല രീതിയിൽ അരച്ചിട്ട് കലക്കി കുടിച്ചാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് കിട്ടുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ എന്നും വെറും വയറ്റിൽ കഴിക്കുന്നത്, 2 നേരം കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ പൊന്നൂസ് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് കുടിക്കാൻ കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കുട്ടികൾ കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതിനങ്ങനെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ജീരക വെള്ളമൊക്കെ കുടിക്കുന്ന പോലെ ആ ഒരു കറിവേപ്പിലയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ പൊന്നൂസിനോട് ചോദിച്ചപ്പോൾ പൊന്നൂസ് കുറച്ചേ കുടിച്ചുള്ളൂ. അവൾക്കത് ഇഷ്ടമായില്ല കേട്ടോ. അവൾ വേഗം തന്നെ തിരിച്ചു കൊണ്ടു. അവളെന്തോ വലിയൊരു സംഭവമാണെന്ന് വെച്ചിട്ട് വാങ്ങി കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ ആളതുപോലെ തന്നെ ഇങ്ങോട്ട് തന്നു. അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നാളെ മിക്കതും ഞാനൊരു ഡെലിവറി സ്റ്റോറി തന്നെയായിരിക്കും ഇടുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ബൈ.